ഹായ്, ഹലോ. എൻ്റെ പേര് അനൂപ്. ഇതെൻ്റെ വൈഫ് ദീപ്തി. ഹായ്. ഞങ്ങളിവിടെ ദുബായിലാണ്. അവിടെ ഞാനൊരു ഐ ടി ഫേമിൽ വർക്ക് ചെയ്യുന്നു. ബട്ട് വി ആർ ബേസ്ഡ് ഔട്ട് ഓഫ് പാലക്കാട് ചന്ദ്രനഗറിൽ തന്നെയാണ്. പാരൻസും വൈഫിൻ്റെ ഫാമിലിയും ഇവിടെ പാലക്കാട് തന്നെയാണ്. ഞങ്ങൾ കുറേ വർഷമായിട്ട് ഞാൻ സ്പെഷ്യലി ഇൻ ഷാർജ അവിടെ ബോൺ ആൻഡ് ബോട്ടപ്പ് ആണ്. സോ വി ആർ ലൈക്ക് നാട് എന്ന് പറയുമ്പോൾ നമുക്കൊരു വെക്കേഷൻ സ്പോട്ട് മാത്രം കോളേജിനും അത്രയൊക്കെയായിട്ട് വന്നിരിക്കുന്നത്. സോ വി റീസെൻ്റ്ലി ഡിസൈഡഡ് ഒരു മേ ബി 1.5 ഇയേഴ്സ് ബാക്ക് നമ്മളൊരു വീട് പ്ലാനിങ്ങിന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് കുറച്ച് ഓപ്ഷൻസ് നോക്കി തുടങ്ങിയപ്പോൾ മൊനായ് എന്നുള്ളൊരു ഓപ്ഷൻ കണ്ടത്. സോ നമ്മൾ ഈ പുറത്തിരിക്കുന്ന ആൾക്കാരാവുന്ന സമയത്ത് എന്താ വെച്ചാൽ നമുക്ക് ബേസിക്കലി ഒരു കമ്പനിയെക്കുറിച്ച് അറിയാനും അവർ ചെയ്യുന്ന പ്രോജക്ട്സോ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി കുറേ ഒരു റിസർച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു. ഈവൻ മൾട്ടിപ്പിൾ ഡെവലപ്പേഴ്സൊക്കെ ആയിട്ട് തന്നെ നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് വി സോ മെനി പ്ലോട്ട്സ്. വി പറഞ്ഞാൽ ഞങ്ങളുടെ പാരൻസ്, എൻ്റെ പാരൻസും വൈഫിൻ്റെ പാരൻസും കൂടി വന്നിട്ട് കുറേ മൾട്ടിപ്പിൾ പ്ലോട്ട് ഓപ്ഷൻസ് ഒക്കെ നോക്കി. എല്ലാം മാക്സിമം അവരെ ബിഹാഫിൽ തന്നെ ആയിരുന്നു. കാരണം ഞങ്ങൾ ദൂരെ ഇരിക്കുന്നതുകൊണ്ട് ഭയങ്കര ടെൻസ്ഡ് ആയിരുന്നു, ഭയങ്കര കോൺഷ്യസ് ആയിരുന്നു. ബിക്കോസ് ഇത് ഫസ്റ്റാണ് ഞങ്ങളുടെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിലും ഒരു ഡ്രീം ഹൗസ് ആണെങ്കിലും ഇറ്റ്സ് എ ഫസ്റ്റ് തിങ്. സോ അതിനെ ചൊല്ലിയിട്ട് ഒരുപാട് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇത് എങ്ങനെ ടേൺ ഔട്ട് ആവും, ഇത് എങ്ങനെ നമുക്കത് ഫുൾഫിൽ ചെയ്യാൻ പറ്റും. സ്റ്റാർട്ട് ചെയ്തു, ബട്ട് എത്രത്തോളം ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നൊരു ഒരു ഒരു ഇതുണ്ടായിരുന്നില്ല, കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. ബട്ട് ദെൻ വി ഹാവ് എ വെരി സപ്പോർട്ടീവ് പാരൻസ്. രണ്ട് സൈഡും അവരാണ് എല്ലാം ടേക്ക് ഓവർ ചെയ്ത് പ്ലോട്ട് വന്ന് കണ്ടതും. അവരുടെ ഒരു യെസ് ആയിരുന്നു ഞങ്ങൾക്ക് ആക്ച്വലി ഞങ്ങളുടെ ഫൈനൽ ഡെസിഷൻ. അങ്ങനെയാണ് ഞങ്ങൾ ഇതിലേക്ക് സ്റ്റാർട്ട് ചെയ്തത്. മൂന്നായിട്ട് ഞങ്ങൾ എഗ്രിമെൻറ്റും സ്റ്റാർട്ട് ചെയ്തത്, ഒരു വർക്കും സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങൾക്കൊരു മകനുണ്ട്. ഹിസ് നെയിം ഈസ് ധ്രുവ്. നമ്മളുടെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻ വി സ്റ്റാർട്ടഡ് കോർഡിനേറ്റിംഗ് വിത്ത് ദ സെയിൽസ്, ആ സമയത്തുണ്ടായിരുന്ന സ്റ്റാഫ് അവരും പാരൻസൊക്കെ ആയിട്ട് നല്ല തരത്തിലൊരു ഡീലിംഗ് ആയിരുന്നു. പാരൻസ് വെയർ വെരി കംഫർട്ടബിൾ. അവർ ആ ഡീൽ ചെയ്യുന്ന രീതിയും അവർ കൊടുക്കുന്നൊരു റെസ്പെക്റ്റ് ആയാലും അവരുടെ ഒരു ടൈമും പാരൻസ് വരുന്നതനുസരിച്ചിട്ട് അവർക്ക് ഇവിടെ കൊണ്ടുവന്ന് ഈ ലൊക്കേഷൻസൊക്കെ മൾട്ടിപ്പിൾ ലൊക്കേഷൻസ് കൊണ്ടുവന്നതിൻ്റെ ഓർമ്മ. പക്ഷേ ഈ ഒരു ഏരിയ വന്നപ്പോൾ കൊടുമ്പിൽ വന്നപ്പോൾ ദി ലൈക്ക് ദി ആംബിയൻസ്. ഈ ഒരു ചുറ്റുപാടുള്ള അമ്പലങ്ങളും വീടുകളും ഈവൻ നമുക്ക് ആക്സസ് മെയിൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. മണപ്പള്ളിക്കാവെന്ന് നോക്കുന്ന സമയത്ത് ഒരു 4 കിലോമീറ്റർ ഡിസ്റ്റൻസ്. ഈവൻ ഇവിടെയാണെങ്കിലും ബസ് സ്റ്റോപ്പ് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അകത്തേക്ക് ഒരു 200 മീറ്ററോളേ നടക്കാനുള്ളൂ. പിന്നെ ഇവിടെ ഈ ഒരു നിയർലി ഇത്രയും വലിയൊരു സ്പേസിൽ ഐ തിങ്ക് അറൗണ്ട് 65 വില്ലാസ് ചെയ്യാനുള്ളൊരു സ്പേസ് ആയിരുന്നു. അതിലപ്പോൾ ഓരോന്നോരോന്ന് ഡെവലപ്മെൻറ്റ് തുടങ്ങി. അപ്പോൾ ആക്സസ് വൈസ് നോക്കുമ്പോൾ വൈഫിൻ്റെ സ്ഥലത്തേക്കാണെങ്കിലും ഈവൻ എൻ്റെ വീട്ടിലേക്ക് പോകാനാണെങ്കിലും നമുക്കൊരു കോമൺ പോയിൻ്റ് ആയിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് പിന്നെ പാരൻസും വന്ന് നോക്കിയപ്പോൾ ലൊക്കേഷൻ പ്യുവർലി ഓക്കെ പറഞ്ഞപ്പോൾ ദേ വെയർ കൺവിൻസ്ഡ് ഈ ഒരു ലൊക്കേഷൻ നല്ലതാണ് പറഞ്ഞിട്ടാണ് ദെൻ വി ഓക്കെ ഒരു പർട്ടിക്കുലർ പ്ലോട്ട് ഫൈനലൈസ് ചെയ്തിട്ട് വി സ്റ്റാർട്ടഡ് അവർ ജേർണി, ഒരു ഡ്രീം ജേർണി പറഞ്ഞിട്ട് വി ഒരു സ്റ്റാർട്ടഡ്. ജേർണി, ഒരു സ്റ്റോറി തന്നെയാണ് ഇത്. ഒരു 1 ഇയറോളം നല്ലോണം ടൈം എടുത്ത് നല്ലോണം പേഷ്യൻസോടെ മാം ആണെങ്കിലും ഈ കമ്പനി ടീം മെമ്പേഴ്സ് ആണെങ്കിലും ഒരുപാട് പേഷ്യൻസോടെ നമ്മുടെ അടുത്ത് ഡീൽ ചെയ്ത് സോ ദാറ്റ് ലൈക്ക് വി ആർ കംഫർട്ടബിൾ, നമുക്കൊരു ടെൻഷൻ ആവാത്ത രീതിയിലാണ് അവർ പുട്ട് ഫോർവേഡ് ചെയ്ത എല്ലാ കാര്യങ്ങൾ. ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ എൻഡ് വരയ്ക്കും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അൺടിൽ വി സോ ദ 3D വ്യൂ കിട്ടുന്ന വരെ ഞങ്ങൾക്ക് നല്ല ടെൻഷൻ ആയിരുന്നു. ബിക്കോസ് എല്ലാവരും ആസ് സച്ച് ഒരു സ്വപ്നഭവനം വരുമ്പോൾ നേരിട്ട് വന്നിട്ട് നിന്നിട്ട് അടുത്ത് നിന്ന് എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുക ചെയ്യുക. ഞങ്ങളെല്ലാം ഓൺലൈൻ ത്രൂ ആയിരുന്നു. ഫോട്ടോസ്, വീഡിയോസ്, ഓൺലൈൻ കോൾസ്, വീഡിയോ കോൾസൊക്കെ വഴിയാണ് ഞങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്തത്. എല്ലാം ഞങ്ങളുടെ പേരൻസ് നോക്കണു എന്ന് പറഞ്ഞൊരു വിശ്വാസത്തോടെ, പിന്നെ ഈ കമ്പനിയുടെ മേലെ ഒരു ട്രസ്റ്റ് ബേസ് ചെയ്തിട്ടാണ് ഞങ്ങളിത് എല്ലാം അവരെ ഏൽപ്പിച്ച് ചെയ്തത്. ബട്ട് വി ആർ വെരി ലക്കി ദാറ്റ് എവറിത്തിങ് വാസ് ടു ദ പോയിൻറ്റ്. എല്ലാം ഞങ്ങളുടെ ടേസ്റ്റ്, ഇൻട്രസ്റ്റ്, ഞങ്ങൾക്ക് എന്താണോ ഇഷ്ടം അത് അവിടെ ആപ്റ്റ് ആയിരിക്കുമോ. ഈവൻ ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു ഫ്ലോസ് വന്നാലും അവർ ഞങ്ങൾക്ക് റെക്ടിഫൈ ചെയ്ത് തരുമായിരുന്നു. ദാറ്റ് ഇത് അവിടെ സൂട്ട് ആവില്ല, ഇതായിരിക്കണം ഇവിടെ മോസ്റ്റ് ആപ്റ്റ് ആയിരിക്കുക, എല്ലാം ഞങ്ങൾക്ക് ഗൈഡ് ചെയ്ത് തരുമായിരുന്നു. അത് മാത്രമല്ല സെയിൽസ് ടീം ആണെങ്കിലും ഡിസൈൻ ടീം ആണെങ്കിലും ഞങ്ങൾക്കൊരു ഇൻട്രസ്റ്റ് ഞങ്ങളത് പറയുമ്പോൾ അവർ അത് കറക്റ്റായിട്ട് ഇതുവരെയ്ക്കും ഇല്ല ഇത് പറ്റില്ല സാറിന് വളരെ കമ്മിയേ പറഞ്ഞിട്ടുള്ളൂ, ഇത് ആപ്റ്റായിരിക്കും. ലൈക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇൻട്രസ്റ്റ് എല്ലാം ഇതിലുണ്ടാവണം, ഞങ്ങൾക്ക് എന്ത് ഇഷ്ടമാണോ അതെല്ലാം അതിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു പ്രൊജക്റ്റ് ഞങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്തത്. സോ അതിൽ ഞങ്ങൾ ആക്ച്വലി വളരെ ലക്കിയുമാണ്, വളരെ ഹാപ്പിയുമാണ്. ഇതിൽ പിന്നെ വേറെ പ്രത്യേകം എടുത്ത് പറയേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് അവർ ദി കമ്പനി ഇറ്റ് സെൽഫ് മോനായി ഗ്രഹ ആണെങ്കിലും അവർ ദേ അണ്ടർസ്റ്റുഡ് വാട്ട് ഈസ് അവർ റിക്വയർമെൻറ്റ്. നമുക്ക് എന്ത് വേണം, ഏത് സൈസിൽ വേണം, വാട്ട് ഈസ് ദി ലെവൽ ഓഫ് ലൈക്ക് ലക്ഷറി ആണെങ്കിലും ഏത് റേഞ്ചിൽ പോകണം എന്നുള്ളൊരു ഐഡിയ അവർക്ക് നമുക്കും കിട്ടി. പിന്നെ നമ്മൾ ഓവർസീസ് ഇരിക്കുന്ന ഒരു കസ്റ്റമേഴ്സ് ആയതുകൊണ്ട് ദേ നോ ലൈക്ക് ഒരു സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ടാപ്പ് ആണെങ്കിലും ഒരു പ്ലംബിംഗ് ഐറ്റം ആണെങ്കിലും
ഏതിനാണ് ഒരു ലോങ് ലാസ്റ്റിംഗ് ഡ്യൂറബിൾ യൂസേജ് നമ്മൾ കുറവാണെങ്കിലും ലോങ് ലാസ്റ്റിംഗ് നിൽക്കുന്ന ടൈപ്പ് ഐറ്റംസ് ആണ് സജസ്റ്റ് ചെയ്തത്. ജസ്റ്റ് ഒരു കോസ്റ്റിൻ്റെ മാറ്റർ മാത്രമല്ല, നമുക്കിപ്പോൾ ഒരു ഇവിടെ ഇപ്പോൾ നമ്മുടെ പാരൻസ് ഇടയ്ക്ക് വന്ന് നിൽക്കുന്നുള്ളൊരു പ്ലാനിലാണ് ഇപ്പോൾ ഇത് പണിയൊക്കെ ചെയ്ത് റെഡിയാക്കി വെച്ചത്. സോ ഒരു ഫ്രീക്വൻറ്റ് യൂസേജ് ഒരു ഡെയിലി ബേസിലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതില്ലാത്ത സമയത്ത് നമുക്കൊരു ലോങ് ടേം നിൽക്കുന്ന മെറ്റീരിയൽസ് വേണമെന്ന് അവർക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു. സോ ദേ ജസ്റ്റ് സജസ്റ്റഡ് വെരി മച്ച്. പിന്നെ വാസ്തുവാണെങ്കിലും കാര്യങ്ങളും എല്ലാം അവർ തന്നെ നമ്മളുടെ അടുത്ത് പറഞ്ഞു ഇങ്ങനെയാണ് പൊസിഷൻസ് വെക്കേണ്ടത്. ഈവൻ ലേ ഔട്ട് ഡിസൈൻ ചെയ്തപ്പോഴും ആ ഒരു മോഡലിൽ നിന്ന് എല്ലാം ചെയ്തത് കൊണ്ട് ഇറ്റ് വാസ് ഈസി ഫോർ us. നമുക്ക് എക്സ്റ്റേണൽ ഒരു കൺസൾട്ട് ചെയ്ത് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. നമ്മൾ വാസ്തുപ്രകാരം പോകണമെന്ന് പറഞ്ഞപ്പോൾ എല്ലാം പൊസിഷൻസും അങ്ങനെയായിരുന്നു. ഇനീഷ്യൽ ഡിസൈനിന് പിന്നെയും നമ്മുടെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് ചേഞ്ചസ് വാട്ട് എവർ വി സെറ്റ് ദേ വെർ വെരി ഫ്ലെക്സിബിൾ. അപ്പോൾ ആ ഒരു കൺവീനിയൻസ് നമുക്ക് എസ്പെഷ്യലി പുറത്തിരിക്കുന്ന കസ്റ്റമേഴ്സിന് യൂസ്ഫുള്ളാണ്. കാരണം നമുക്കിപ്പോൾ എത്രത്തോളം നോക്കാൻ തുടങ്ങാൻ പറ്റും നേരിട്ട് വന്നിട്ട്. ഈവൻ ലാസ്റ്റ് ഫെബിൽ എനിക്കൊരു പെട്ടെന്നൊരു ഒഫീഷ്യൽ ട്രിപ്പ് വന്ന സമയത്താണ് ഞാനും വൈഫും കുട്ടിയും പ്രോജക്റ്റ് തുടങ്ങിയിട്ട് ആ ലാൻഡ് ആക്ച്വലി കാണാൻ വന്നത്. കാരണം പാരൻസ് കണ്ടു പറഞ്ഞ് ചെയ്യുമ്പോൾ വി വെർ ലൈക്ക് ട്രസ്റ്റിങ് എവറിത്തിങ്. അവരുടെ ഒരു കൺവീനിയൻസ് നോക്കി എടുത്ത സമയത്ത് വി വെർ നോട്ട് സോ ഫോക്കസ്ഡ് ഈ ഒരു സ്ഥലം എങ്ങനെ ഉണ്ടാവും. നമ്മൾ തറയൊക്കെ കെട്ടിക്കഴിഞ്ഞിട്ട് അതുകൊണ്ട് കണ്ടത്, തറയെല്ലാം കെട്ടിക്കഴിഞ്ഞ് അത് പൊങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഈവൻ ബാങ്കിങ് ആണെങ്കിലും ബാങ്കിൻ്റെ കൂടെയുള്ള ഡീലിങ്ങിനും ദ കമ്പനി ഇറ്റ് സെൽഫ് ഹെൽപ്ഡ് us. അവിടുത്തെ ആരാണെന്ന് വെച്ചാൽ അവരുടെ ത്രൂ തന്നെ ഡീൽ ചെയ്യാൻ. അപ്പോൾ ഇറ്റ് വാസ് മോർ ഓഫ് ലൈക്ക് നമുക്കൊരു സ്ട്രെസ് ഫ്രീ ആയിരുന്നു. ആ തറ പണി കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ കാണുന്നത് എൻഡ് പ്രൊഡക്റ്റ് ആണ്. എൻ്റെ പ്രോഡക്റ്റ് ആണ്. അതിനിടയിൽ ഞങ്ങൾ വന്നിട്ടേ ഇല്ല, ഞങ്ങളൊന്നും കണ്ടിട്ടുമില്ല നേരിട്ട്. എല്ലാം ത്രൂ ഫോട്ടോസ് ആയിരുന്നു, വീഡിയോസ് ആയിരുന്നു, 3D വ്യൂ ആയിരുന്നു. സോ അത് ആക്ച്വലി ഞങ്ങൾക്ക് ഭയങ്കര ഒരു സ്ട്രെസ് ഫ്രീ ആയിരുന്നു. ഞങ്ങൾ ഭയങ്കര കംഫർട്ടബിൾ ഫീൽ ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല ഐ ഫീൽ പേഴ്സണലി ലൈക്ക് കുറേ കമ്പനീസായിട്ട് നമ്മൾ ഡീൽ ചെയ്യുമ്പോഴും നമുക്കത് നേരിട്ട് മനസ്സിലാക്കാം. ദിസ് കമ്പനി ഈസ് ലൈക്ക് വെരി പ്രൊഫഷണൽ. ലൈക്ക് എന്തൊരു കാര്യമാണെങ്കിലും അപ് ടു ഡേറ്റ് ഞങ്ങൾക്ക് അപ്ഡേറ്റ്സ് തന്നിരുന്നു. ലൈക്ക് സോ ദാറ്റ് നമുക്ക് വിളിച്ച് അവരടുത്ത് ഡ്രാഗ് ചെയ്ത് ചോദിക്കേണ്ട ആവശ്യമില്ല ദാറ്റ് വേർ ഇസ് ദ ബിൽ അല്ലെങ്കിൽ ഈ ഒരു BOQ എവിടെ ഒന്നും നമുക്ക് ചോദിക്കേണ്ട ആവശ്യമില്ല. എല്ലാം കറക്റ്റ് അപ് ടു ഡേറ്റ് ഞങ്ങൾക്ക് ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ കിട്ടുമായിരുന്നു. സോ ആ ഒരു കാര്യത്തിൽ ആക്ച്വലി ഒന്നും കൊണ്ടും ഞങ്ങൾക്ക് ടെൻഷൻ അടിക്കേണ്ടി വന്നിട്ടില്ല. ഓൺലി തിങ് ഇസ് ദാറ്റ് വറീഡ് ആയിരുന്നു എങ്ങനെയായിരിക്കും. കാരണം എല്ലാം ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഇത് എങ്ങനെ ടേൺ ഔട്ട് ആവുന്നൊരു ടെൻഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് വെൻ വി സോ ഇറ്റ് ഡയറക്ട്ലി ഇറ്റ് വാസ് ലൈക്ക് ഇറ്റ് വാസ് ഓസം. ഇറ്റ് വാസ് മൈൻഡ് ബ്ലോയിങ്. ഒന്നും പറയാനില്ല. ആക്ച്വലി ടു ബി വെരി ഫ്രാങ്ക് വി വർ വെരി ഇമോഷണൽ. കണ്ടപ്പോൾ ഭയങ്കര കണ്ണിൽ വെള്ളം വരെ ചെയ്ത് ഞങ്ങൾക്ക് ലൈക്ക് ഈവൻ നൗ പോലും ഞങ്ങൾക്ക് ആ ഒരു ഇമോഷണൽ ഫീൽ ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഇത് ഞങ്ങൾക്ക് എന്നും ഒരുപാട് ആഗ്രഹിച്ച ഒരു കാര്യമായിരുന്നു. സോ ഐ ഷുഡ് സേ അബവ് ദ പോയിന്റ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. സോ വി ആർ വെരി ഹാപ്പി. ഇൻ എ വേ ലൈക്ക് അവരുടെ സ്റ്റാഫ്സ് ആണെങ്കിലും ലൈക്ക് ഇപ്പോൾ പ്രസിദ്ധ മാഡം സ്റ്റാർട്ടിങ് തൊട്ട് ദേ ഡിസ്കസ്. ഈവൻ ലേ ഔട്ടിലാണെങ്കിലും ചിലത് നമ്മൾ ഈ ഒരു പ്ലാനിൽ കാണുന്ന ഷേപ്പോ സൈസോ നമുക്ക് എക്സാക്ട്ലി ഫൈനൽ ഔട്ട്പുട്ട് വരുമ്പോൾ നമുക്ക് അറിയുന്നില്ല. ഇവരൊക്കെ ആകുമ്പോൾ എക്സ്പേർട്ട് ടീമായതുകൊണ്ട് ദേ ന്യൂ ലൈക്ക് ഹൗ മച്ച് സൈസ് വാസ് റിക്വയർഡ്. ഈവൻ നമ്മളൊരു എക്സ്ട്രാ സോഫ അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ചെയർ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ വേണമെന്ന് പറയുമ്പോൾ ദേ യൂസ് ടു ടെൽ us ദാറ്റ് അത് കൺജഷൻ ആവും ആ ഒരു ഏരിയയിൽ. അപ്പോൾ അവരുടെ ഒരു എക്സ്പേർട്ട് ഒപ്പീനിയൻ വാസ് ആക്ച്വലി ഹെൽപ്പിംഗ് us. പിന്നെ ഞങ്ങളവിടെ ദുബായിലൊക്കെ ഡീൽ ചെയ്യുന്ന കമ്പനീസ് പറയുമ്പോൾ ദേ ആർ വെരി ലൈക്ക് ഒരു ഹയർ ലെവൽ പ്രോജക്ട്സ് ബിൽഡിങ്സ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് നാട്ടിൽ ആദ്യമായിട്ട് ഡീൽ ചെയ്യുന്ന ഒരു കമ്പനി എത്രത്തോളം ആ ഒരു ക്വാളിറ്റി കൊണ്ടുവരുന്ന ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. വി യൂസ് ടു റെഫർ ദിയർ അതർ പ്രോജക്ട്സ്. അവരുടെ ഒരു കമ്പനീസ് വെരി മച്ച് ആക്റ്റീവ് ഇൻ സോഷ്യൽ മീഡിയ. ഇൻസ്റ്റയിലാണെങ്കിലും ഫേസ്ബുക്ക് ആൻഡ് വാട്സപ്പിലൊക്കെ ആണെങ്കിൽ അവരവരുടെ പ്രോജക്ട്സ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ദിസ് ഈസ് ലൈക്ക് അഡ്വർടൈസ്മെൻറ്റ് ആണെങ്കിലും ഒരു പുതിയ കസ്റ്റമറിന് ഇറ്റ്സ് ലൈക്ക് ഒരു ടെസ്റ്റിമോണിയലാണ്. നമുക്ക് കണ്ടിട്ട് അറിയാൻ പറ്റും ഇതിൻ്റെ മുമ്പത്തെ കസ്റ്റമേഴ്സ് എത്രത്തോളം ഫീഡ്ബാക്ക് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും നമുക്ക് അറിയാൻ ഒരു ഓപ്ഷനാണ്. കുറേ കമ്പനീസ് എന്താ വെച്ചാൽ അവർ എല്ലാം ഒരു അഡ്വർടൈസിങ് ബേസിസിൽ സ്റ്റാർട്ട് ചെയ്യും, ഫോട്ടോസ് ഇടും. ബട്ട് ആ ഒരു കണ്ടിന്യൂറ്റി ഉണ്ടാവില്ല. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അതങ്ങനെ ഫീഡായി വരുന്ന പോലെ ഒരു ഫീൽ ചെയ്യും. സോ നമുക്കിപ്പോൾ നമ്മളൊരു ഫസ്റ്റ് ടൈമേഴ്സ് ആയതുകൊണ്ട് എന്തും ഈ ഗൂഗിൾ റിവ്യൂസിൽ അല്ലെങ്കിൽ ഇപ്പം പിന്നെ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇടുന്ന ഫോട്ടോസ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഒരു ബേസിസിലാണ് നമ്മൾ ഒരു യെസ് എന്ന് പറയുക. സോ അത് കുറേ കമ്പനീസ് ആ ഒരു കണ്ടിന്യൂറ്റി കുറവ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തിരുന്നു. ലൈക്ക് കുറച്ച് ഫോട്ടോസ് തന്നെ ഞങ്ങൾ ആ ലാസ്റ്റ് ഫോട്ടോ ഒക്കെ നോക്കുമ്പോൾ പഴയ അപ്ലോഡഡ് ഫോട്ടോസ് ആയിരിക്കും, പിന്നെ നേരിട്ട് കാണുമ്പോൾ വേറൊരു എക്സ്പീരിയൻസും ആയിരിക്കും. സോ ആ ഒരു കാര്യത്തിൽ ഇവർ ഭയങ്കര പ്രൊഫഷണലാണ്. കാരണം എല്ലാ ഫോട്ടോസും വീഡിയോസും അപ് ടു ഡേറ്റ് അവരുടെ വെബ്സൈറ്റിലും അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൊക്കെ ഉണ്ടായിരുന്നു. സോ അതൊക്കെ ആക്ച്വലി ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഈസിയായ ഒരു കാര്യമായിരുന്നു ടു ട്രസ്റ്റ് ദം. സോ ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു.
ഒരു 1 ഇയർ പീരീഡ് ആയിരുന്നു കമ്പനി നമുക്ക് പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നേ, ഒരു 12 മന്ത്സിനുള്ളിൽ. പക്ഷേ ചില സമയത്ത് നമ്മൾ ഇത്തിരി നമ്മുടെ റിക്വയർമെൻറ്റ്സും വന്ന് പുഷ് ചെയ്യാന്ന് പറയുമ്പോഴും ദേ വർ നോട്ട് റെഡി, ബിക്കോസ് ദേ ഡോണ്ട് വാണ്ട് ടു എഫക്ട് ദി ക്വാളിറ്റി. അതെ. അവർ പറഞ്ഞു നിങ്ങൾ പുഷ് ചെയ്തിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്ന വർക്ക് ഇറ്റ് മൈറ്റ് എഫക്ട് ദി ക്വാളിറ്റി ഓഫ് ദ പ്രോഡക്റ്റ്. പിന്നെ അതൊരു ലോങ് ടേമിൽ നിങ്ങൾ തന്നെ ഒരു കംപ്ലയിൻറ്റ് പറയുന്ന ഒരു സ്റ്റേജ് വരാൻ. സോ ദേ വർ നോട്ട് റെഡി ടു കോംപ്രമൈസ് ഓൺ ദ ക്വാളിറ്റി. അവരെന്ത് ചെയ്യുമ്പോഴും അത് ബേസ് കൺസ്ട്രക്ഷൻ സൂപ്പർ സ്ട്രക്ചർ ചെയ്യുമ്പോൾ തൊട്ട് തന്നെ ദേ യൂസ് ടു ടെൽ അതിന് ഇന്ന പീരിയഡ് ഉണ്ട്, അതിനൊരു വെള്ളമൊഴിച്ച് നിർത്തേണ്ട പീരിയഡ് ആണെങ്കിലും അതിനൊക്കെ ഒരു സർട്ടൻ പീരിയഡ് ഉണ്ട്. വിത്ത് ആ ഒരു ഏരിയാസിലും ഒരു ഏരിയാസിലും ആക്ച്വലി ദേ വർ നോട്ട് റെഡി ടു കോംപ്രമൈസ്. ഇവൻ വി ആക്ച്വലി ഈവൻ ഇൻറ്റീരിയേഴ്സ് നമുക്ക് ആ ഒരു പ്ലാനും ഡിസൈനും തന്നപ്പോൾ വരുൺ ഹാഡ് ഡൺ എ വെരി ഗുഡ് ഡിസൈൻ ഫോർ us. അപ്പോൾ നമ്മുടെ ഒരു ടേസ്റ്റ് ഒക്കെ കുറച്ച് ചോദിച്ചു. ഹി ഓൾസോ ഇൻവെസ്റ്റഡ് എ ഗുഡ് ടൈം വിത്ത് us. അപ്പോൾ അതിനുള്ള ഡീറ്റെയിൽസ് ഒക്കെ തന്ന് വെൻ വി സോ ദ ലേ ഔട്ട് വി വർ വെരി ഹാപ്പി. പക്ഷെ പിന്നെ നമ്മുടെ സംശയം ഇത് എത്രത്തോളം മെറ്റീരിയലൈസ് ആവുന്നായിരുന്നു. ഈ ഫോട്ടോയിൽ കാണിക്കുന്ന സാധനം റിയൽ പിക്ചറായിട്ട് വരണമെങ്കിൽ അതുപോലെ അതൊരു ടു ബി വെരി ഫ്രാങ്ക് ഞങ്ങൾക്ക് നല്ല ടെൻഷൻ ആയിരുന്നു. ബിക്കോസ് എന്ത് ചോദിക്കുമ്പോഴും വരുൺ ചേട്ടൻ ലൈക്ക് ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല ഇതുവരെ. ഞാൻ ഈവൻ ഹസ്ബൻഡിനോട് പറഞ്ഞിരുന്നു ദാറ്റ് ഇസ് ഇറ്റ് പോസിബിൾ, ഇവർ എല്ലാ കാര്യത്തിലും യെസ് എന്ന് പറയുന്നുണ്ട്, ഇസ് ഇറ്റ് റിയലി ഗോയിങ് ടു വർക്ക് ഔട്ട്? ബിക്കോസ് കുറേ കമ്പനീസ് എല്ലാം പറയും ബട്ട് അതൊരു എൻ പ്രൊഡക്റ്റിൽ വരില്ല. സോ വി റിയലി ഹാഡ് എ ഡൗട്ട്, ബട്ട് വെൻ വി സോ ദാറ്റ് ഇറ്റ് വാസ് റിയലി ലൈക്ക് വർത്ത് ട്രസ്റ്റിംഗ്. അവരുടെ ഡിസൈൻ സ്റ്റേജ് കഴിഞ്ഞിട്ട് പിന്നെ അവരുടെ ഇൻറ്റീരിയർ ടീം, അവരുടെ ഫാക്ടറി ടീം, മെഷർമെൻറ്റ്സ് കാര്യങ്ങൾ. സോ കാരണം അവർ ഇവൻ ദേ വെർ വെരി ഫോക്കസ്ഡ് ഓൺ ഇവൻ ദ മില്ലിമീറ്റർ പാർട്സ്. നമ്മളിപ്പോൾ ഒരു നമ്മളുടെ ബിൽറ്റിൻ ഓപ്ഷൻസ് ഒക്കെ കുറേ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെക്കുന്ന സമയത്ത് ദേ ഡിഡ്ന്റ് വാണ്ട് ദി റോങ് മെഷർമെൻറ്റ് ടു കം ദർ. ടൈൽസ് ഒക്കെ ഫ്ലോർ ലേ ചെയ്തിട്ട് പിന്നെ ഫൈനൽ മെഷർമെൻറ്റ് എടുത്തു. സോ അത് കഴിഞ്ഞ് വെച്ച ഒരു സാധനവും നമുക്കിവിടെ ബുദ്ധിമുട്ട് പറ്റിയിട്ടില്ല. ഈവൻ വീട് റെഡിയായി നമ്മളിപ്പോൾ വി ജസ്റ്റ് കെയിം ബാക്ക് ഓൺ ഡിസംബർ എൻഡിൽ വന്നിട്ട് ഗൃഹപ്രവേശനം ഈ ഒരു ജാൻ ഫസ്റ്റിനും ചെയ്തു. ഒഫീഷ്യൽ ഫംഗ്ഷൻ ഇപ്പോൾ ഹാൻഡിങ് ഓവർ എല്ലാം കഴിഞ്ഞു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പോൾ ലൈക്ക് വി വെർ കംപ്ലീറ്റ്ലി ഹാപ്പി. ഈ ഒരു ഹാപ്പിനെസ് ഡബിളായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാരൻസ് ആയാലും ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഫംഗ്ഷനിൽ വന്ന് കണ്ട് ഇറ്റ്സ് ലൈക്ക് ഇൻ എ സ്റ്റേജ് ദാറ്റ് ദേ ആർ എൻക്വയറിംഗ് ഹൂ ഇസ് ദ കമ്പനി ഹൂ ഡിഡ് ദിസ് ഹോം. So we were very happy to say the name. So അതൊരു സോർട്ട് ഓഫ് അഡ്വർടൈസ്മെന്റ് എന്നല്ല, ബട്ട് അത് പ്രൗഡ്ലി ഞങ്ങൾക്ക് പറയാൻ പറ്റി ദാറ്റ് ഓക്കെ മോനായി ഗൃഹ ഇവരുടെ ടീമാണ് നമ്മുടെ ഇൻറ്റീരിയേഴ്സ് ചെയ്തിരിക്കുന്നത്, കൺസ്ട്രക്ഷൻ ഫുൾ ആൻഡ് ഫുൾ അവരെന്നെ അതിശയിച്ച് ചോദിക്കുന്നത് ഇത് കംപ്ലീറ്റ്ലി അവർ തന്നെയാണോ ചെയ്തത്? എല്ലാം കംപ്ലീറ്റ്ലി ഓൾ ഇൻ ഓൾ അവർ തന്നെയായിരുന്നു. ലാൻഡ്സ്കേപ്പിംഗ് ആണെങ്കിലും ഇൻറ്റീരിയേഴ്സ് ആണെങ്കിലും കംപ്ലീറ്റ്ലി ഇവർ തന്നെയായിരുന്നു. സോ എവറി വൺ ഹൂ എവർ കെയിം ഫംഗ്ഷന് വന്ന എല്ലാവരും ഭയങ്കര നല്ലൊരു അഭിപ്രായമായിരുന്നു, നല്ലൊരു റിവ്യൂ ആയിരുന്നു. സോ അത് കേൾക്കുമ്പോഴാണ് നമുക്ക് ഒരു ഡബിൾ ഹാപ്പിനെസ്. ലൈക്ക് ഓക്കെ നമ്മൾ ചെയ്തത് ഇതുവരെ തെറ്റിപ്പോയില്ല, നമ്മുടെ ഡെസിഷൻ തെറ്റിപ്പോയില്ല. കാരണം എല്ലാം കഴിഞ്ഞ് ഇതൊക്കെ ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. സോ എല്ലാം കഴിഞ്ഞ ആൾക്കാർ ഇത് ശരിയല്ല അല്ലെങ്കിൽ അയ്യോ ഇത് ചെയ്തത് പ്രോപ്പർ അല്ല എന്ന് പറയുമ്പോൾ നമുക്കത് എന്നും മനസ്സിൽ കിടക്കും. സോ എല്ലാവരും റിവ്യൂസാണ് നമ്മുടെ ആക്ച്വലി ഒരു അച്ചീവ്മെൻറ്റ്. ലൈക്ക് വെൻ വി തിങ്ക് ദാറ്റ് എല്ലാം കെയിം അപ് ടു ദ മാർക്ക്, എല്ലാം കറക്റ്റ് ആയിരുന്നു പറയുമ്പോൾ നമുക്കൊരു പീസ്ഫുൾ സ്ലീപ്പ് ഉറങ്ങാം. ഓക്കെ വി ആർ അറ്റ് ദ റൈറ്റ് പ്ലേസ്, വി വർ അറ്റ് ദ റൈറ്റ് ഡിസിഷൻ. ആ ഒരു കാര്യമായിരുന്നു. ഞങ്ങളുടെ വീടിൻ്റെ പേരിനൊരു പ്രത്യേകതയുണ്ട്. ഞങ്ങളുടെ ഉള്ളിലുള്ളൊരു മേ ബി ഒരു ടാറ്റു ഞങ്ങൾ കല്യാണം കഴിഞ്ഞപ്പോൾ ചെയ്തിരുന്ന ഒരു സമർക്കൻ ഫോണ്ടായിരുന്നു. ഇനിഷ്യലി വി ഡിഡ്ന്റ് ഹാവ് പേര് ഡിസൈഡ് ആവുന്നതിന് മുമ്പേ തന്നെ നമ്മൾ ആ ഒരു ഫോണ്ട് സെലക്ട് ചെയ്ത് വെച്ചു. ആൻഡ് ഫൈനലി വി കെയിം ടു ഒരു ഗ്രൂപ്പ് ഡെസിഷൻ, ഏത് പേര് വെക്കണം ഞങ്ങൾ രണ്ടുപേരും കൂടി തീരുമാനിച്ചു. കളഭം. അതിനാ ഒരു ദൈവിക ഒരു പൂജ കാര്യങ്ങളൊക്കെ ഒരു ഫീലും ആ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു മണം, ഒരു ചന്ദനത്തിൻ്റെ മണം എന്നുള്ളൊരു വൈഫിൻ്റെ കണ്ടുപിടുത്തമായിരുന്നു ആ ഒരു പേര്. പക്ഷെ പിന്നെ അത് നമ്മളെ തന്നെ ഇൻവോൾവ് ചെയ്യുന്ന തരത്തിൽ ഞങ്ങൾ ചെയ്ത ടാറ്റൂവിൻ്റെ മോഡൽ തന്നെ സമർക്കൻ ഫോണ്ട്. ലാസ്റ്റിലാണ് പേര് ആക്ച്വലി ഡിസൈഡ് ആയത്. പക്ഷേ എന്ത് ഡിസൈഡ് ആയാലും അതിനൊരു പേഴ്സണൽ ടച്ച് വേണം, ഒരു മീനിങ് ഫുൾ പേര് വേണമെന്ന് മാത്രമേ മൈൻഡിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പേഴ്സണൽ ടച്ച് വരാൻ വേണ്ടിയിട്ടാണ്. ബിക്കോസ് മാരേജ് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി ആണ് ഞങ്ങൾ ഈ ടാറ്റു ചെയ്തത്. സോ ആ ഒരു കണ്ടിന്യൂറ്റി, ആ ഒരു പേഴ്സണൽ ടച്ച് ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ടാണ് അതേ ഫോണ്ടിൽ ഞങ്ങൾ ഈ ഞങ്ങളുടെ വീടിൻ്റെ പേര് കളഭം ആ ഒരു ഫോണ്ടിലേക്ക് വെച്ചത്, വിച്ച് ഇസ് നോൺ ആസ് സമർക്കൻ ഫോണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു പേഴ്സണൽ ടച്ച് ഉണ്ട്, ഒരു ഇമോഷൻ ഉണ്ട്, മണമുണ്ട്, ദൈവികമായ ഒരു ഫീലിംഗ് ഉണ്ട്, എല്ലാം ഉൾപ്പെടുത്തിയിട്ടൊരു പേരാണ് ഡിസൈഡ് ചെയ്തത്. അത് പിന്നെ ആ പ്ലേറ്റ് ചെയ്ത രീതിയും ഒരു ഫിനിഷിങ് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ക്വാളിറ്റി അറിയാൻ പറ്റും. അത് അത്രയും നമുക്ക് ഡിസ്റ്റൻസിലായാലും കാണാനും പറ്റും. നല്ല ഭംഗിയായിട്ട് തന്നെ അതൊരു ഔട്ട്പുട്ടായിട്ടും വന്നിട്ടുണ്ട്.
തന്നിട്ടുണ്ട് ആ ഒരു നെയിം പ്ലേറ്റ്. ഇവർ മറ്റേ വി യൂസ് ടു ഗെറ്റ് മന്ത്ലി റിപ്പോർട്ട്സ് ഫ്രം ദിയർ, അവരുടെ കൺസ്ട്രക്ഷൻ ടീം ആയാലും പ്രോജക്റ്റ് ടീം വി യൂസ് ടു ഗെറ്റ് മന്ത്ലി പ്രോപ്പർ ഫീഡ്ബാക്ക് വെച്ചിട്ട് അവർ ഏതൊക്കെ ഏരിയാസ്, ഇല്ലാത്ത ഏരിയാസ് കംപ്ലീറ്റ് ആയിട്ടില്ലെന്ന് തന്നെ അവർ എഴുതും ഈ ഒരു ടൈം പീരീഡൊക്കെ വെച്ചിട്ട്, ആൻഡ് വിത്ത് ഫോട്ടോസ്. അപ്പോൾ നമുക്കിവിടെ പാരൻസ് വന്ന് ഫോട്ടോസ് എടുക്കുകയാണെങ്കിലും അവരുടെ ടീം ഒഫീഷ്യലായിട്ട് നമുക്ക് ഫോട്ടോസ് അയക്കും. ഈവൻ ഫിനാൻസ് ടീം ഓൾസോ ദേ വെർ യൂസ് ടു സെൻഡ് us all the reports on time. പേയ്മെൻറ്റ്സിലും ഇത്തിരി ദേ വെർ ഹെൽപ്ഫുൾ ഓൺ എ സ്റ്റേജ് കൈൻഡ് ഓഫ് ഫ്ലെക്സിബിൾ ആയിരുന്നു. ഇൻ ടോട്ടൽ വി വെർ ലൈക്ക് വെരി മച്ച് ലൈക്ക് ഒരു കാര്യത്തിനും നമ്മളെ ഒരുപാട് ഫോഴ്സ് ചെയ്യുക, സ്ട്രെസ് തരിക, അങ്ങനത്തെ ഒരു സ്റ്റേജ് ഒന്നും തന്നിട്ടില്ല. സോ വി വെർ ലൈക്ക് കൈൻഡ് ഓഫ് എസ്പെഷ്യലി ഫോർ us, സിൻസ് വി കുഡൻറ്റ് കം ഓൺ എ ഡെയിലി ബേസ് ടു സീ, നമുക്ക് പുറത്ത് നിൽക്കുന്നവർക്ക് ഭയങ്കരമായ കൺവീനിയൻ്റ് ആയ ഒരു കമ്പനി, നമുക്ക് നല്ലൊരു കോൺഫിഡൻസും തരുമായിരുന്നു. ആൻഡ് ദെയർ സജഷൻസ്, ഞാൻ കുറേ കാര്യങ്ങളൊക്കെ അവർക്ക് തന്നെയായിരുന്നു ലൈക്ക് വി ഗേവ് ദ ഫ്രീഡം, ലൈക്ക് വിച്ച് എവർ ടെക്നിക്കൽ ഭാഗങ്ങൾ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്താൽ തോന്നുന്നു, ഈവൻ നമ്മുടെ പിറ്റ് വെക്കുന്ന കാര്യങ്ങളായാലും ഡ്രെയിനേജും കാര്യങ്ങളും, അതൊക്കെ ഒരു ലേറ്റർ സ്റ്റേജ് വന്നപ്പോൾ മാഡം അത് ചേഞ്ച് ചെയ്തു. ബിക്കോസ് ദേ വർ ടെല്ലിങ് ആ ഒരു പൊസിഷൻ വെക്കുന്നത് നമുക്ക് തെറ്റാണ് ബെഡ്റൂമിനടുത്ത്. സോ എനി ടെക്നിക്കൽ റിലേറ്റഡ് കാര്യങ്ങൾ അവർ തന്നെ നമുക്ക് സജസ്റ്റ് ചെയ്തിട്ട് ദേ യൂസ് ടു മേക്ക് ദ ചേഞ്ചസ്. അങ്ങനെ ഒരു കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ചെയ്യണം, കാരണം അവർ ഹാപ്പി ആയിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം നമുക്ക് അങ്ങനെ ഒരു ആർട്ടിഫിഷ്യലായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. എന്താണെങ്കിലും ലൈക്ക് ഒരു ക്വാളിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും ഈ പറഞ്ഞ പോലെ പിറ്റിൻ്റെ കാര്യത്തിൽ എന്തിലും അവർ ഡിസിഷൻ കറക്റ്റ് ആണ്, ആപ്റ്റ് ആണെങ്കിൽ മാത്രമേ അവർ ഒരു യെസ് എന്ന് പറയുള്ളൂ. കാരണം ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നേരിട്ട് ഡെഫിനറ്റ്ലി നമ്മൾ ആ കമ്പനിക്കായിരിക്കും ബ്ലെയിം പറയുക. സോ ക്വാളിറ്റി വെച്ചിട്ടോ എന്നും ഒരു കോംപ്രമൈസ് അവർ നടത്തിയിട്ടില്ല. ജസ്റ്റ് ടു സാറ്റിസ്ഫൈ ദി കസ്റ്റമേഴ്സ് അവർ ഒരു കാര്യത്തിനും എന്താ പറയുക, ഒരു ആർട്ടിഫിഷ്യൽ ഫീൽ വരുത്തിയിട്ടില്ല. ഇത് ആപ്റ്റ് ആണെങ്കിൽ ഇത് ആപ്റ്റാണ്, ഇത് ആപ്റ്റ് അല്ല എങ്കിൽ വേറെ എന്താ ചെയ്യാൻ പറ്റുക എന്നൊരു അഡ്വൈസ് അവർ പ്രോപ്പറായിട്ട് തന്നിരുന്നു. നമുക്ക് പിന്നെ കുറേ കാര്യങ്ങളൊക്കെ ഫങ്ഷണൽ ആവുന്ന രീതിയിൽ വെച്ച് തന്നിട്ടുണ്ട്. ലൈക്ക് ഇവൻ കബോർഡ്സിൽ സ്പേസ് ആണെങ്കിലും ഏത് ഡ്രോസ് ഓപ്പണിംഗ് ആണെങ്കിലും, അപ്പോൾ നമ്മളൊരു ഡിസൈനിലുള്ള സാധനം ഫൈനലൈസ് ചെയ്ത് ചിലപ്പോൾ നാളെ നമുക്ക് യൂസ് ചെയ്യുമ്പോൾ ആ ഒരു ഡോറ് തുറക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ദേ ഹാവ് മെയ്ഡ് ദി ഓൾട്ടർനേറ്റ് ഓപ്ഷൻസ് ഫോർ ദാറ്റ്. സോ ഈവൻ ലാസ്റ്റ് മൊമെൻറ്റ്, ഈവൻ ഫംഗ്ഷൻ്റെ മുമ്പ് വരെ ചെയ്യേണ്ട ചില ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ അത് മെറ്റീരിയലൈസ് ചെയ്യുന്ന സമയത്ത് വന്ന ചാലഞ്ചസ് പോലും ദേ ജസ്റ്റ് സോർട്ടഡ് ഔട്ട് ഇൻ ലൈക്ക് 1 to 2 hours, ബിക്കോസ് ദാറ്റ് വാസ് അവർ എൻട്രൻസ് ഫോയർ ഏരിയ. അപ്പോൾ വരുമ്പോൾ ഡോറ് തുറന്നാൽ കാണുന്ന ഏരിയയാണ്. ഫൈനലി നമ്മൾ വാങ്ങിച്ച ഒരു ചെറിയൊരു പോർട്രേറ്റ്, ഒരു സ്കൾപ്ചർ അവിടെ വെക്കാൻ പറ്റാത്ത, അപ്പോൾ ദേ കോൾ ദിയർ ഫാക്ടറി ടീം ഇമീഡിയറ്റ്ലി അതിന് സൊല്യൂഷൻ കണ്ടുപിടിച്ചു, ആൻഡ് ഇൻ ദ ബെസ്റ്റ് വേ ദേ കുഡ് ഡു ഇറ്റ്. സോ അങ്ങനത്തെ ഒരു എൻഡ് ടു എൻഡ് സപ്പോർട്ട് നമുക്ക് കിട്ടിയത് കൊണ്ട് ലൈക്ക് വി വെർ ലൈക്ക് വെരി ഹാപ്പി. ആൻഡ് ദേ സജസ്റ്റഡ് us എന്താ പറയുക, നമുക്ക് ഈ ഒരു ഇൻറ്റീരിയേഴ്സിന് വേണ്ട സാധനങ്ങൾ, പ്ലാന്റിങ്, എന്തിനൊക്കെയുള്ള ആവശ്യമുള്ള കാര്യങ്ങൾ അവരോട് ചോദിക്കുമ്പോൾ മാഡം യൂസ് ടു സജസ്റ്റ് us, ഇന്ന സ്ഥലത്ത് പോയാൽ കിട്ടും, ഇന്ന ഓപ്ഷൻസ് പോയാൽ കിട്ടും, അത് പണിയിപ്പിക്കുകയാണെങ്കിലും വാങ്ങിക്കുകയാണെങ്കിലും ഇന്ന ഏരിയക്ക് ആപ്റ്റായ ഐറ്റംസ് എന്താണ്. ഇൻ എ നട്ട്ഷെൽ വാട്ട് വി ക്യാൻ സേ ഇസ് ലൈക്ക് നിങ്ങൾക്കൊരു 100% ട്രസ്റ്റോടെ യു ക്യാൻ ഗെറ്റ് ഇൻ ടച്ച് വിത്ത് ദെം. അവരുടെ ഷോറൂം പോയാൽ തന്നെ മണപ്പുള്ളിക്കാവിലുള്ളത് യു വിൽ ഗെറ്റ് എ ബേസ് ഐഡിയ, അവർ ഏത് രീതിയിലാണ് ഒരു കിച്ചണായാലും ഒരു ബെഡ്റൂം ആയാലും ഡൈനിങ് ഒക്കെ ചെയ്യുന്നത്. പിന്നെ അവരുടെ ഇഷ്ടംപോലെ വീഡിയോസ് ഓൺലൈനിലും യൂട്യൂബിലൊക്കെ ഉണ്ടാവും. ദേ ആർ വെരി മച്ച് ഇൻവോൾവ് വിത്ത് അസ്. ഈവൻ പൂജയ്ക്ക് വരെ അവർ കമ്പനിയുടെ ഓണേഴ്സൊക്കെ നമ്മുടെ കൂടെ ഇരുന്നിട്ടാണ് ഇനീഷ്യൽ പൂജയ്ക്ക് വരെ ഉണ്ടായിരുന്നത്. സോ ദേ വോണ്ട് ടു ബി എ പാർട്ട് ഓഫ് us ഇൻ ദ ഹോൾ പ്രോജക്റ്റ്. ആ ഒരു പേഴ്സണൽ ടച്ച് അവരുടെ സൈഡിൽ നല്ലോണം ഉണ്ടായിരുന്നു. ദേ ഡിഡ്ന്റ് മേക്ക് us feel like a client, our ഫാമിലി മെമ്പറിനെ പോലെ. വെരി റെയർ പീപ്പിൾ കം ആൻഡ് അറ്റൻഡ് ദ പൂജ, ആൻഡ് അവർക്ക് അതിലൊരു ആവശ്യം പോലും ഇല്ല. ബട്ട് ദേ ഗേവ് ദാറ്റ് പേഴ്സണൽ ടച്ച്. സോ ദാറ്റ് വാസ് ലിറ്റിൽ പോയിന്റ്സ്. ഒരു കസ്റ്റമറിന് നമുക്കൊരു പേഴ്സണൽ ഫീൽ ചെയ്യാനുള്ള ചെറിയ പോയിന്റ്സ് ആണ്, ബട്ട് ദാറ്റ് മേക്സ് ആക്ച്വലി വെരി വാല്യൂബിൾ. സോ ആ ഒരു കാര്യത്തിൽ ദർ ആർ മെനി ടീം മെമ്പേഴ്സ് ടു താങ്ക് ആക്ച്വലി. ഷിഖ മാം, പ്രസീത മാം, എല്ലാവരും ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട്, നമുക്ക് ലിസ്റ്റ് ചെയ്താം. ബട്ട് as a whole we will thank the whole team to be with us like from starting to end, and we really can't thank enough. And feedback ഇനി ഇതിനെ കൂടുതൽ നമുക്ക് എന്ത് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് അറിയില്ല. വി വെർ റിയലി ഹാപ്പി. ആൻഡ് ഭാവിയിലാണെങ്കിൽ പോലും if we are lucky enough to do more projects, we'll definitely choose Monai, we'll definitely choose Griha. So that's it. That's our dream house story. Please check out അവരുടെ റിവ്യൂസ് ഒക്കെ പോയി നോക്കൂ. Anybody who's planning to build a home through Monai and Griha, and even the negative feedbacks from customers, they attend to it. അത് ചിലതൊക്കെ വെറുതെ എഴുതുന്ന ആൾക്കാരും ഉണ്ട്,
ദാറ്റ് വാസ് ഗിവിങ് എ ബിറ്റ് ഓഫ് ബിക്കോസ് ഞാൻ വേറെ ഡെവലപ്പേഴ്സ് നോക്കിയപ്പോഴും നെഗറ്റീവ് ഫീഡ്ബാക്സ് ഒക്കെ വരുമ്പോൾ പൊതുവേ ആൾക്കാർ അറ്റൻഡ് ചെയ്യില്ല. ബട്ട് ഇവരുടെ നിങ്ങൾ റിവ്യൂസ് നോക്കിക്കഴിഞ്ഞാൽ ഈവൻ ഇഫ് യു ഫൈൻഡ് എ നെഗറ്റീവ് ഫീഡ്ബാക്ക് ഡെഫിനറ്റ്ലി ദർ ആർ പീപ്പിൾ ഹു ഇസ് അറ്റൻഡിങ്. ആൻഡ് ചില റിവ്യൂസ് ഒക്കെ 10 വർഷം മുമ്പേ ഉള്ളതാണ്. അപ്പോൾ ആ ഒരു കാലം കഴിഞ്ഞിട്ടും ഇപ്പോഴും ഇഫ് പീപ്പിൾ ആർ ഗിവിങ് എ പോസിറ്റീവ് ഫീഡ്ബാക്ക്, വി ഫീൽ ദാറ്റ് ദ കമ്പനി ഈസ് റിയലി ഡൂയിങ് എ ഗുഡ് ജോബ് ആൻഡ് വി വിഷ് ദം ഓൾ ദ സക്സസ്. അവരിപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്നു, ദേ ആർ ഓപ്പണിംഗ് അപ്പ് ന്യൂ ഓഫീസസ് ആൻഡ് വി ഫീൽ ദാറ്റ് അവരുടെ ഒരു ക്വാളിറ്റി ഈ ഒരു രീതിയിൽ ചെയ്യാൻ പറ്റുന്നത് ഇറ്റ്സ് ആക്ച്വലി എ നീഡ് ഫോർ ഓൾ ദ കസ്റ്റമേഴ്സ്. So thank you to Monai and Griha. Thank you to all the members from their team, and keep doing this good job, and thanks a lot for our dream. And from our side, wishing the team all the very best. Thank you. Thank you.